ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? നമുക്ക് ആദ്യം തന്നെ ഒരു ബർത്ത്ഡേ കേക്ക് കട്ടിങ് കാണാം കേട്ടോ. Happy birthday! Birthday to you. Happy birthday to you. Happy birthday, happy birthday, happy birthday to you. ഈ കേക്ക് കട്ടിങ് കണ്ടു കഴിഞ്ഞപ്പോൾ ആരുടെ ബർത്ത്ഡേ ആണെന്ന് എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടിയോ? ഇത് ഞങ്ങളുടെ ഷൈച്ചേട്ടൻ്റെ, എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ പിറന്നാൾ കഴിഞ്ഞു, അന്ന് പായസമൊക്കെ വെച്ചു. അപ്പോൾ ബർത്ത്ഡേയുടെ അന്നാണ് കേക്ക് കട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാ പിറ്റേ ദിവസത്തെ കാഴ്ചകളാണ്. രാവിലെ തന്നെ കുറച്ച് വെള്ളമൊക്കെ എടുത്ത് ഞാൻ അടുക്കളയിൽ നിൽക്കുവാണേ. അപ്പോൾ രാവിലെ ഇതുപോലെ ഞാൻ എന്തെങ്കിലും ഇതുപോലെ ഒരു ഡ്രിങ്ക് കുടിക്കാറുണ്ട്, ജീരകം ഇട്ടിട്ടോ അങ്ങനെ എന്തെങ്കിലും. അപ്പോൾ ഇന്നിപ്പോൾ പെരിഞ്ജീരകമാണ് ഇട്ടിരിക്കണേ. അത് തിളപ്പിക്കാൻ പോകണേ ഉള്ളൂ. അതിന് മുമ്പായിട്ട് ഞാൻ വെറുതെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും കേട്ടോ. അത് ചിലപ്പോൾ ചൂടാക്കി കുടിക്കും, ചെറിയൊരു ചൂടിൽ, അല്ലെങ്കിൽ സാധാരണ വെള്ളം കുടിക്കും. അപ്പോൾ ഇന്ന് സാമ്പാറും ഇഡ്ഡലിയുമാണ്. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി മാവ് നല്ല അടിപൊളിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഈ തണുപ്പിലും നമ്മുടെ ഇഡ്ഡലി മാവ് സൂപ്പറായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അതിനൊരു കുഞ്ഞു സൂത്രമുണ്ട് കേട്ടോ. ഇത് മിക്കവാറും കുറേ ആൾക്കാരൊക്കെ ചെയ്യുന്നതാണ്. ഇപ്പം ഓവനിലോ അങ്ങനെ ഒന്നും വെക്കാതെ തന്നെ നമ്മുടെ മാവ് നല്ല പുളിച്ച് വരാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് ഒരു ചെറിയ പാത്രത്തിൽ വെള്ളം ചൂടാക്കിയിട്ട് അതിലേക്ക് ഇറക്കി വെക്കും. പിന്നെ രാവിലെ നമ്മൾ എഴുന്നേക്കില്ലേ, അപ്പോഴും ഞാനിതുപോലെ തന്നെ ആ വെള്ളം തന്നെ ഒന്ന് ചൂടാക്കിയിട്ട് ഒന്നുകൂടെ ഒന്ന് ഇറക്കി വയ്ക്കും. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന സമയമാകുമ്പോഴേക്കും നല്ല സൂപ്പറായിട്ട് വരും കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ പക്ഷേ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ നല്ല സൂപ്പറായിട്ട് പൊങ്ങിയിരിപ്പുണ്ട്. അപ്പോൾ പിന്നെ എനിക്ക് രാവിലെ അങ്ങനെ ചെയ്യേണ്ടി വന്നില്ല. അപ്പോൾ നമ്മുടെ നല്ല സൂപ്പർ ഇഡ്ഡലി മാവ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇഡ്ഡലി മാവിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെയാണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ് കേട്ടോ കിട്ടിയിരിക്കണേ. എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ഞാൻ ഉണ്ടാക്കാറുള്ളത്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ചെന്നൈയിൽ വന്നതിന് ശേഷമാണ് ഞാൻ ഇഡ്ഡലിയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാൻ പഠിച്ചത് കേട്ടോ. അതിന് മുന്നേ പഠിക്കാത്തതിൻ്റെ കാര്യം എനിക്ക് അതിനുള്ളൊരു അവസരം കുറവായിരുന്നു എന്നുള്ളതാണ്. അമ്മമാർ തന്നെയാണ് എൻ്റെയും ഷൈച്ചേട്ടൻ്റെയും വീട്ടിൽ ഈ ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ മാവ് കറക്റ്റായിട്ടൊന്ന് അളന്ന് വെള്ളത്തിലിടുന്നതും മിക്കവാറും അരയ്ക്കുന്നതൊക്കെ. ചിലപ്പോഴൊക്കെ ഞാൻ അരയ്ക്കാറുണ്ടെന്നല്ലാതെ വെള്ളത്തിലിടുന്നതൊക്കെ ഇതുപോലെ കുതിരാൻ വെക്കുന്നതൊക്കെ അവരൊക്കെ തന്നെയാണ്. അപ്പോൾ അത് കാരണം എനിക്കങ്ങനെ വലിയ ടെൻഷനൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ തന്നെ താമസിക്കാൻ തുടങ്ങിയപ്പോഴാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അങ്ങനെ ഞാൻ കുറേ മിസ്റ്റേക്സൊക്കെ കാണിച്ചാണ് ഇപ്പം അത്യാവശ്യം പെർഫെക്റ്റായിട്ട് തന്നെ ചെയ്യാനായിട്ട് പഠിച്ചത് കേട്ടോ. ഞാനെങ്ങനെയാണ് ഏത് കൺസിസ്റ്റൻസിയിലാണ് ഞാൻ മാവ് അരയ്ക്കാനായിട്ട് കുതിർക്കാൻ വെക്കുന്നതെന്നും അരയ്ക്കുന്നത് എങ്ങനെയാണ് എന്നൊക്കെയുള്ളത് ഞാനൊരു പ്രാവശ്യം എന്തായാലും വീഡിയോ ഇടാം. താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. അപ്പം ഞാൻ വേഗം തന്നെ ഇടാം. നമുക്ക് ആദ്യമായിട്ടൊക്കെ നമ്മളിങ്ങനെ അടുക്കളയിൽ കയറുന്ന സമയത്തൊക്കെ നമുക്ക് ഭയങ്കര സംശയമായിരിക്കുള്ളൂ. ഇതൊക്കെ സിമ്പിളാണെന്ന് നമ്മൾ വിചാരിക്കുമെങ്കിലും ആദ്യമായിട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് 100 സംശയങ്ങളായിരിക്കുള്ളൂ. അപ്പോൾ നമുക്കിങ്ങനെ ആരെങ്കിലുമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ സാമ്പാർ വെക്കാൻ പോവാണ്. ഇങ്ങനെ ഒരു പാത്രം, അതായത് അധികം വെയിറ്റ് ഇല്ലാത്തൊരു പാത്രം ഇതുപോലെ മേളിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇത് വിസിൽ പോകുന്ന സമയത്ത് ഇങ്ങനെ ചീറ്റി എല്ലായിടത്തും വീഴില്ല. അങ്ങനത്തെ ഒരു സംഭവം ഒഴിവാക്കാം കേട്ടോ. ചെറുതായിട്ടൊന്ന് പോകുന്നല്ലാതെ അങ്ങനെ ചീറ്റി ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കില്ല. പക്ഷെ ഒരുപാട് വെയിറ്റുള്ള പാത്രം ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ അതങ്ങ് താന്നു പോകും. അപ്പോൾ അതുകൊണ്ട് അധികം വെയിറ്റ് ഇല്ലാത്തൊരു പാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്കങ്ങനെ വലിയ ബുദ്ധിമുട്ടില്ലാതെ കിട്ടും കേട്ടോ. പിന്നെ ഇത് വേറൊരു ടിപ്പാണ്. ഇന്ന് ടിപ്പുകളുടെ ഘോഷയാത്ര എന്ന് വിചാരിക്കരുത്. എനിക്കറിയാവുന്ന കാര്യങ്ങളൊന്നും പറയുന്നേ ഉള്ളൂ. കാണുന്ന ആൾക്കാർക്ക് അത് ഒരു ഉപകാരമാവുമല്ലോ. ഇഡ്ഡലി മാവിലേക്ക് ഇഡ്ഡലി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിലേക്ക് വെള്ളം തളിച്ച് കൊടുക്കാതെ അതിൻ്റെ ബാക്കിൽ ചെറിയ ഒന്ന് ചൂട് മാറുമല്ലോ, എന്നിട്ട് നമ്മൾ ആ ബാക്കിലേക്ക് അങ്ങോട്ട് വെള്ളം ഒന്ന് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ 1 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്ക് ഇഡ്ഡലി എടുക്കാം കേട്ടോ. ഇതുപോലെ ഒട്ടും ഒട്ടിപ്പിടിക്കാതെ കിട്ടും. പക്ഷേ ഞാൻ എണ്ണ തടവിയിട്ടുണ്ട്. എണ്ണ തടവാതെയും കിട്ടുമെന്ന് പറയുന്നു, പക്ഷേ അത് ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ. ആ നല്ലെണ്ണ ഞാനൊന്ന് തടവിയിട്ടാണ് ഇഡ്ഡലി ഉണ്ടാക്കാൻ വെക്കണേ.
അപ്പോൾ നല്ല സൂപ്പറായിട്ട് ഇഡ്ഡലി എടുക്കാനും പറ്റും, ഒട്ടിയൊന്നും പിടിക്കില്ല. നമ്മുടെ ഇഡ്ഡലി ഉണ്ടാവും നല്ല സ്പോഞ്ച് പോലെ ഇരിപ്പിക്കുക. ഇതിൽ നമ്മൾ വേറെ സോഡാപ്പൊടി ചേർക്കുക അങ്ങനത്തെ ഒരു പരിപാടിയും ചെയ്യാറില്ല കേട്ടോ ഞാൻ. അതൊന്നും നമ്മൾ ഡെയിലി കഴിക്കണത് നല്ലതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനത്തെ ഒരു പരിപാടിക്കും പോകാറില്ല. നമ്മൾ നോർമലായിട്ട് എങ്ങനെയാണോ ഇത് ഉണ്ടാക്കുക ആ ഒരു രീതിക്ക് തന്നെയാണ് ഞാൻ എപ്പോഴും ചെയ്യാറുള്ളൂ. പിന്നെ നമ്മൾ എന്താ പറയുക, വീട്ടിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനത്തെ പ്രിസർവേറ്റീവ്സും കാര്യങ്ങളും ഒന്നും ആഡ് ചെയ്യാതെ ഉണ്ടാക്കുന്നതായിരിക്കും. അതായത് ഇങ്ങനെയുള്ള സോഡാപ്പൊടി പിന്നെ അല്ലാതെ ചേർക്കുന്ന കുറച്ച് കാര്യങ്ങൾ അതൊക്കെ മാക്സിമം ഒഴിവാക്കി കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. നമുക്ക് റാഗിയും പിന്നെ അല്ലാതെ മില്ലറ്റ്സ് ഒക്കെ വെച്ചിട്ട് ഇഡ്ഡലി ഉണ്ടാക്കാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് അരിയും ചേർക്കാം, കുറച്ച് മില്ലറ്റും ചേർക്കാം. അപ്പോൾ നമുക്ക് അത്രയ്ക്ക് ഇങ്ങോട്ട് ഒരു അരുചി തോന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞതേ പാറുക്കുട്ടീനെ റെഡിയാക്കുവാണേ, മുടിയൊക്കെ കെട്ടി പിന്നെ അവളുടെ ടിഫിൻ ബോക്സും വാട്ടർ ബോട്ടിലും ഒക്കെ വെച്ചു. ഇത് പാറുക്കുട്ടിയുടെ എല്ലാ ദിവസമുള്ള ശീലമാണ് കേട്ടോ. റെഡി ആയി കഴിയുമ്പോഴേക്കും ഞാൻ അമ്പാട്ടി തൊഴുതിട്ട് വരാൻ പറഞ്ഞാൽ ഓടിപ്പോയിട്ട് തൊഴുത് എന്തൊക്കെയോ പറയുന്ന കാണാം. അവൾ എന്തൊക്കെയോ ഇങ്ങനെ സംസാരിക്കാറുണ്ട്. അപ്പം ഞാനത് അത്യാവശ്യം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും കേട്ടോ. എന്തൊക്കെയോ പറയും എന്നിട്ട് പോകും. ചിലതൊക്കെ എനിക്ക് മനസ്സിലാവും, ചിലതൊക്കെ എനിക്ക് തന്നെ മനസ്സിലാവില്ല. അപ്പം അത് കഴിഞ്ഞിട്ട് മാസ്ക് ഒക്കെ വെച്ചിട്ടാണ് പോണേ. സ്കൂട്ടറിനാണ് കേട്ടോ അവളെ കൊണ്ടാക്കണേ. ഇവിടെ തൊട്ടടുത്താണ്, 1 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ മാസ്ക് വെച്ച് ക്യാപ്പ് വെച്ച് കണ്ണാടയൊക്കെ വെച്ചിട്ടാണ് പോണേ, പൊടിയടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഷൈച്ചേട്ടൻ കൊണ്ടേ ആക്കിയിട്ടാണ് കേട്ടോ ഓഫീസിൽ പോവുക. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആളെ പിക്ക് ചെയ്യാൻ പോയാൽ മതി. അങ്ങനെ പാറുക്കുട്ടി പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചിലപ്പോൾ ഒന്ന് റെസ്റ്റ് എടുക്കും. അതല്ല കാര്യമായിട്ട് പണിയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ റെസ്റ്റ് എടുക്കില്ല കേട്ടോ. പിന്നെ അടുത്ത പരിപാടി നോക്കും. ഇന്നിപ്പോൾ ഷൈച്ചേട്ടന് ഫുഡ് കൊണ്ടുപോകണം, ലഞ്ച് കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ ലഞ്ച് പ്രിപ്പയർ ചെയ്യണം. അത് കാരണം എനിക്ക് വലിയ റെസ്റ്റ് എടുക്കാനുള്ള പരിപാടികളൊന്നുമില്ല. അപ്പോൾ ഷൈച്ചേട്ടൻ നേരെ ആളെയും ആക്കി വന്ന് ഉടനെ തന്നെ ഞങ്ങളിതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കേട്ടോ. എനിക്കിതാ ഇഡ്ഡലി ഇതുപോലെ സാമ്പാർ ഇങ്ങനെ ഒഴിച്ച് കഴിക്കുന്ന കേട്ടോ ഇഷ്ടം. ഷൈച്ചേട്ടൻ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഞാൻ വിളമ്പുമ്പോൾ ഇങ്ങനെ അങ്ങ് വിളമ്പി വയ്ക്കുവേ. അപ്പം ഞാനിതാ ജീരകം പൊടിച്ചിട്ട് കേട്ടോ. ഈ പാത്രം വാങ്ങിച്ച പിന്നെ എനിക്ക് ഭയങ്കര ഉപകാരമാണ്. ഇങ്ങനെ എല്ലാം ഒരു പാത്രത്തിൽ ഇട്ട് വയ്ക്കുമ്പോണ്ടല്ലോ നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ പൊടികളും ഇതൊക്കെ ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് വയ്ക്കുമ്പോൾ 100,000 പാത്രം തുറക്കണ്ട, പൊടികളൊന്നും കരിഞ്ഞു പോകാതെ പെട്ടെന്ന് ഇടാനും പറ്റും. ഭയങ്കര സൗകര്യമാണ് കേട്ടോ. അതിനധികം വിലയൊന്നുമില്ല. ഞാനിപ്പോൾ വാങ്ങിച്ചത് മീഷോ എന്നാണേ, സ്റ്റീലിൻ്റെയാണ്. അത്യാവശ്യം നല്ല റിവ്യൂ ഉണ്ടായിരുന്നു. നമ്മുടെ പണികളെ എളുപ്പമാക്കണ രീതിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ കാണുമ്പോൾ വാങ്ങിക്കാൻ തോന്നില്ലേ? അത് അത്യാവശ്യം നമുക്ക് നല്ലതാണെന്ന് 1-2 പ്രാവശ്യം ചിന്തിച്ച് കഴിയുമ്പം എനിക്ക് വീണ്ടും അത് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഞാനത് വാങ്ങിച്ചു നോക്കും കേട്ടോ. അത് വാങ്ങിക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം. ശരിക്കും പറഞ്ഞാൽ ഈ കിച്ചണിലേക്ക് ഇപ്പം നമ്മുടെ ഏജിൻ്റെ ആയിരിക്കാം, കിച്ചണിലേക്ക് എന്തെങ്കിലുമൊക്കെ ഇതുപോലെ ആഡ് ഓൺസ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക മനസ്സുഖമാണ് കേട്ടോ. അത് ഈ വീടുകളിലിപ്പം നമ്മൾ അത്യാവശ്യം ഈ ഒരു ഏജിലുള്ള ആളുകൾക്കൊക്കെ നമുക്ക് നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. വീട്ടമ്മമാർക്കും ഹൗസ് വൈഫ്സ് ആയിട്ടിരിക്കുന്ന എല്ലാവർക്കും, അതെല്ലാം വർക്കിംഗ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് കിച്ചണിൽ പെരുമാറുന്ന ആൾക്കാർക്ക് അവിടെ ഒരു ആഡ് ഓൺ ഒക്കെ കൊടുക്കുമ്പം അടിപൊളി ഒരു സന്തോഷമായിരിക്കും കേട്ടോ. അപ്പം നമ്മുടെ പണികൾ അതിൻ്റെ ഇടയ്ക്ക് പുരോഗമിക്കുന്നുണ്ട്. ഞാൻ ലഞ്ചിലേക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. തേങ്ങ ചിരകി ഇതുപോലെ ഞാൻ 2 പാത്രങ്ങളിലാക്കിയിട്ടാണ് കേട്ടോ. ഒരു തേങ്ങ 2 മുറി ചിരകി വെക്കുമ്പം ഞാനിതുപോലെ ഒരു ബോക്സിലാക്കിയിട്ട് നേരെ ഫ്രീസറിലും വെക്കും. പിന്നെ ബാക്കി ഒരെണ്ണം നമ്മൾ താഴെ ഫ്രീസറിൽ വെക്കില്ല, തൊട്ട് താഴെ തന്നെ ആ ചിൽഡ് ട്രേ ഉണ്ടല്ലോ അതിലും വെക്കും കേട്ടോ. അപ്പോൾ പിന്നെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് എടുക്കാനുള്ളത് ഇതിൽ നിന്ന് ഉപയോഗിക്കാം. ഫ്രീസറിലുള്ളത് ഇത്തിരി വൈകി എടുത്താലും കുഴപ്പമില്ല, ഒട്ടും ചീത്താവില്ല, അങ്ങനെ ഇരുന്നോളും. അപ്പം ഒരു പാത്രത്തിൽ തന്നെ വെക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും എടുക്കുമ്പോൾ തേങ്ങ പെട്ടെന്ന് ചീത്താവാനുള്ള സാധ്യതയുണ്ട്. ഞാൻ ഒരുപാടൊന്നും തേങ്ങ ഉപയോഗിക്കില്ല, എന്നാൽ പോലും എനിക്ക് അത്യാവശ്യം തോരനും പിന്നെ തേങ്ങ അരച്ച കറികളും ഒക്കെ നമ്മൾ കുറച്ച് ഉണ്ടാക്കുന്നതുകൊണ്ട് തേങ്ങ കുറച്ചൊക്കെ ചിലവാകും കേട്ടോ. പിന്നെ ഞാൻ അളവൊക്കെ കുറച്ചേ ഉപയോഗിക്കുള്ളൂ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് അങ്ങോട്ട് തേങ്ങ കഴിക്കുന്നത് നല്ലതല്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു കോമ്പിനേഷനൊക്കെ ഞാൻ ആലോചിച്ചിട്ട് അങ്ങനെ ചെയ്യുള്ളൂ. തേങ്ങ അരച്ച കറി ഉണ്ടെങ്കിൽ മാക്സിമം ഞാൻ ഈ തോരന് ഒഴിവാക്കിയിട്ട് മെഴുക്കുവരട്ടിയാക്കും. അതല്ല തോരനാണെന്നുണ്ടെങ്കിൽ ഞാൻ തേങ്ങ അരക്കാത്ത ഒരു കറി ആയിരിക്കുള്ളൂ പ്രിഫർ ചെയ്യുക. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ മിക്കവാറും ഞാനങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്. ചില ദിവസങ്ങളിൽ നമ്മളുള്ള കയ്യിലുള്ള പച്ചക്കറികൾ തീർക്കാൻ വേണ്ടിയൊക്കെ ചെയ്യുമ്പോൾ ചിലത് മെഴുക്കുവരട്ടി ഉണ്ടാക്കിയ ടേസ്റ്റ് ഉണ്ടാവില്ല, തോരൻ തന്നെ ഉണ്ടാക്കിയാലായിരിക്കും നമുക്ക് ഇവിടെ
പിടിക്കുക അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ നമ്മുടെ ഇഷ്ടങ്ങൾ. അങ്ങനെയൊക്കെ വരുമ്പോൾ മാത്രമാണ് ഞാൻ അങ്ങനെ ഒരു ഓപ്ഷൻ എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലെ എല്ലാവരുടെയും ഹെൽത്ത് ശരിക്കും പറഞ്ഞാൽ കുറേയൊക്കെ നമ്മൾക്കും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും, നമ്മളുടെ കയ്യിലും കുറേയൊക്കെ നിൽക്കും ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് വയസ്സായിട്ട് ചില കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന വളരെ നിസ്സാര ജോലിയാണെന്നൊക്കെ ചിലപ്പോൾ നമുക്ക് തോന്നിയെന്നിരിക്കും. അങ്ങനെ അത്ര നിസ്സാര ജോലിയൊന്നുമല്ല. നമ്മൾ ഒരുപാട് ഉത്തരവാദിത്തമുള്ള കാര്യങ്ങൾ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് വേറെ ആർക്കും ബോധമില്ലെങ്കിലും നമുക്കെങ്കിലും ആ ഒരു ബോധം വേണം. അപ്പോൾ നമുക്ക് ഒരു എന്താ പറയുക, നമുക്കൊരു സാറ്റിസ്ഫാക്ഷനും നമ്മളെക്കുറിച്ച് നമുക്ക് തന്നെ ഒരു വിലയൊക്കെ തോന്നും കേട്ടോ. പിന്നെ ഇന്നലത്തെ കേക്കാണ് കേട്ടോ അത്. അപ്പം പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു കഷ്ണം കേക്ക് കഴിക്കാൻ പോവാണേ. അപ്പോൾ ഞാൻ 2 പാത്രത്തിലെടുത്ത് വയ്ക്കണമെന്ന് പറഞ്ഞാൽ ഷൈച്ചേട്ടൻ ഓഫീസിൽ പോകാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുന്നേ ഒരു കഷ്ണം എടുത്ത് വെച്ചാൽ ഒന്ന് തണുപ്പ് മാറിയിരിക്കുമല്ലോ എന്ന് വിചാരിച്ചു. ഞാൻ ഈ വാങ്ങിച്ചിരിക്കുന്ന ചീസ് കേക്കാണ് കേട്ടോ. അത് ഫ്രഷ് സ്ട്രോബെറിയുടെ ടോപ്പിങ്സ് ഉള്ളതാണ്. അപ്പോൾ പാറുവിന് സ്ട്രോബെറി കേക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ക്രീം കേക്ക് വാങ്ങാൻ വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ എന്നാൽ ചീസ് കേക്ക് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. മിക്കവാറും ഞാൻ ഈ ചീസ് കേക്കാണ് കേട്ടോ ഇപ്പോൾ ഓപ്റ്റ് ചെയ്യുക. കുറേ നാളായിട്ട് ഞാൻ ഈ ചീസ് കേക്കിൻ്റെ എന്താ പറയുക, ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്കെങ്കിലും ചീസ് കേക്ക് തന്നെ ആയിരിക്കും കേട്ടോ വാങ്ങിക്കുക. അങ്ങനെ ഇന്ന് ഞാൻ നമ്മുടെ ഓൺലൈൻ ഓർഡറാണ് ചെയ്തത്. സ്വിഗ്ഗിയിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. നല്ല കേക്കായിരുന്നു കേട്ടോ. ആദ്യമായിട്ടാണ് ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചത്. ചെന്നൈയിലെ ബ്ലൂബെറി കേക്ക്സ് എന്ന് പറഞ്ഞിട്ടൊരു കേക്ക് ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത്. നല്ല കേക്കായിരുന്നു കേട്ടോ. നല്ല ഫ്രഷ് കേക്കുമായിരുന്നു, നല്ല ടേസ്റ്റി ആയിരുന്നു. ഞാൻ സാധാരണ നാട്ടിൽ നിന്നാണെങ്കിൽ പന്തലിൽ നിന്നാണ് വാങ്ങിക്കാറ്. എറണാകുളത്ത് നല്ലൊരു ഫേമസ് ഷോപ്പാണ്. അപ്പം ഇവിടെ എനിക്ക് നല്ല ടേസ്റ്റായിട്ട് തോന്നി. നമ്മുടെ കുറച്ച് റിലാക്സേഷൻ്റെ ടൈമാണിപ്പം. ഇനി പാറുവിനെ വിളിക്കാൻ പോകണം. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ കുറച്ച് നേരം ഇതേപോലെ ഒരു ബ്രേക്കൊക്കെ എടുത്ത് എൻ്റേതായൊരു മീ ടൈമൊക്കെ എടുത്തിട്ടാണ് ഞാൻ പോവാറ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച്. ബൈ.